വിയേഴ്സ് എന്നോട് ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ മിക്കതും സ്വയംഭോഗത്തെ പറ്റിയാണ്. സ്വയംഭോഗം ചെയ്താൽ ഇങ്ങനെ പ്രശ്നമുണ്ടോ, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതിങ്ങനെ എനിക്ക് പ്രശ്നമാവുമോ, ചിലർ പറയുന്ന കുട്ടികളുണ്ടാവില്ല, അല്ലെങ്കിൽ ഭയങ്കര ഡീഹൈഡ്രേഷനായി പോകും, പുരുഷ ഹോർമോൺ അങ്ങ് കുറഞ്ഞു പോകും, അതുപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ചയൊക്കെ നഷ്ടപ്പെടും, മുടിയൊക്കെ കൊഴിഞ്ഞു പോകും, മുഖക്കുരുവൊക്കെ ഉണ്ടാകും, ലിംഗമൊക്കെ കുഞ്ഞും തടിയൊന്നും ഇല്ലാതായി പോകും, ഉദ്ധാരണക്കുറവുണ്ടാകും, അല്ലെങ്കിൽ ലൈംഗികതയോട് താല്പര്യക്കുറവുണ്ടാകും, ബീജത്തിൻ്റെ കുറവ് ഭയങ്കരമായിട്ടുണ്ടാകും, അതുപോലെ ഹോർമോൺ ഇംബാലൻസ്ഡ് ആവും എന്നൊക്കെ. എന്നാൽ ഇതെല്ലാം മിത്താണ്, വെറും മിത്താണ്. ശരിക്കും സയൻസിന് ഇത് പ്രൂവ് ചെയ്യാനേ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഹെൽത്തി ആയിട്ട് നിങ്ങൾ സ്വയംഭോഗം ചെയ്യുവാണെങ്കിൽ ഇതൊന്നും ഉണ്ടാവത്തില്ല. അല്ലെങ്കിൽ സ്വയംഭോഗം ചെയ്യുന്നതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നു എന്ന് കണ്ടെത്തിയിട്ടില്ല. എന്നാൽ സയൻസ് സ്റ്റഡീസൊക്കെ ഇത് ചെയ്യുന്നതുകൊണ്ട് കുറേ ബെനിഫിറ്റ്സ് ഉള്ളതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ലൈംഗികബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഗുണങ്ങളെല്ലാം തന്നെ നിങ്ങൾ സ്വയംഭോഗം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് സയൻസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹെൽത്തി ആയിട്ട് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഹെൽത്തി ആയിട്ട് സ്വയംഭോഗം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ഗുണങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് അതൊന്ന് നോക്കാം. നിങ്ങൾ വാസക്ടമി എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഇപ്പം സ്ത്രീകളൊക്കെ പ്രസവം നടത്തുന്നില്ലേ, അതുപോലെ പുരുഷന്മാർ അവരുടെ പ്രത്യുൽപാദന ശേഷിയെ ഇല്ലാതാക്കുന്നതാണ്. അത് അവരുടെ ബീജം വരുന്ന വഴി അതൊന്ന് ബ്ലോക്കാക്കി കെട്ടി വെക്കുന്നു. എന്താ, ബീജം പുറത്തേക്ക് പോകുന്നില്ല, അല്ലാണ്ട് അവർക്ക് ശരിയായ രീതിയിൽ ലൈംഗികത്തിൽ ഏർപ്പെടാനോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ചെയ്യുന്നവർക്ക് ഈ ബീജമൊന്നും ഒരിക്കലും പുറത്തു പോകുന്നില്ല, അവിടെ തന്നെ കിടന്ന് അത് തന്നെ ബോഡി തന്നെ അബ്സോർബ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവർക്ക് പ്രത്യേകിച്ചൊരു ഗുണമുള്ളതായിട്ട് സയൻസിന് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സ്വയംഭോഗം ചെയ്യാണ്ട് ഇങ്ങനെ പിടിച്ച് നിർത്തിയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലയെന്നർത്ഥം. മനസ്സിലായില്ലേ? അതുപോലെ സ്വയംഭോഗം ചെയ്യാൻ നേരത്തെ നിങ്ങൾ എന്തെങ്കിലും ലൂബ്രിക്കേഷനോ അല്ലെങ്കിൽ ഓയിലോ ഒക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ? അപ്പം ഞാൻ അതിന് പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ഓയിൽ പറഞ്ഞുതരാം. ലിഫ്റ്റപ്പ് ഓയിലാണ്. ഒരുപാട് പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. നേച്ചർ മാനിയൻ്റെയാണ്. ഇതിൽ 16 ഹെർബ്സ് അടങ്ങിയിട്ടുണ്ട്. ഇതിലടങ്ങിയിരിക്കുന്ന ഹെർബ്സൊക്കെ നിങ്ങളുടെ ലിംഗത്തിൻ്റെ യഥാർത്ഥ വളർച്ചയിലേക്ക് എത്തിക്കാൻ വേണ്ടി സഹായിക്കും. എന്ന് വെച്ചാൽ എല്ലാ തരത്തിലേക്കുള്ള ബ്ലഡ് ഫ്ലോ നന്നായിട്ട് ലിംഗത്തിലേക്ക് കൊണ്ടുവരാനും ശരിയായ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണോ ലിംഗം നിങ്ങളുടെ മാക്സിമം വളർച്ച ആ ലെവലിലേക്ക് എത്തിക്കുമല്ലോ. എക്സ്ട്രാ വളരും എന്നല്ല കേട്ടോ പറയുന്നത്. ഇതിൽ അശ്വഗന്ധ, സേഫ് മുസ്ലി, അതുപോലെ ശതാവരി, ലങ് ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്ത് കയ്യിലെടുത്ത് എന്നിട്ട് നിങ്ങളുടെ ലിംഗത്തിൻ്റെ താഴെന്നോട്ട് മുകളിലേക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് സ്വയംഭോഗം ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ ലൈംഗികബന്ധത്തിന് ഒരു അരമണിക്കൂർ മുന്നെയോ അല്ലെങ്കിൽ കുളിക്കുന്നതിന് 1 മണിക്കൂർ മുമ്പെയോ അല്ലെങ്കിൽ നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് മുന്നേ നിങ്ങൾ മസാജ് ചെയ്തിട്ട് കിടന്നുറങ്ങിയാലും മതി. 100% നാച്ചുറലാണ്, മാത്രമല്ല ആയുഷ് സർട്ടിഫൈഡുമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഭയങ്കര സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് ഫസ്റ്റ് കമൻറ്റായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ കയറി പർച്ചേസ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നല്ലൊരു ഉറക്കം കിട്ടുക എന്നുള്ളത്. നല്ലൊരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റും. ആങ്സൈറ്റി, സ്ട്രെസ്, ഡിപ്രഷൻ ഇതിൽ നിന്നൊക്കെ നല്ല റിലാക്സ് ആകാൻ പറ്റും. പെയിൻ റിലീഫാണ്. അതുപോലെ ക്രാംസ് ഒക്കെ മാറുന്നത് നല്ല മൂഡ് ബൂസ്റ്ററാണ്. അതുപോലെ 2016 നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ റിസ്ക് കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബീജത്തിൻ്റെ കുറയുന്നൊക്കെ കുറേ പേര് പറയുന്നത് സയൻറ്റിഫിക്കലി ഒരു പ്രൂവ് ചെയ്തിട്ടില്ല. ഇങ്ങനെ സ്വയംഭോഗം ചെയ്യുന്നുള്ള ബീജം കുറഞ്ഞു വരുന്നതായിട്ടൊന്നും ഇവിടെ തെളിയിച്ചിട്ടില്ല. 2019 നടത്തിയിട്ടുള്ള സ്റ്റഡീസിൽ നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക്, നല്ലൊരു കാമായിട്ടുള്ള സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുന്നതായിട്ട് 700 പേരടങ്ങിയിട്ടുള്ള ഒരു സ്റ്റഡീസിൽ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ മെയിനായിട്ട് പറയേണ്ടത് ലൈംഗികപരമായിട്ടുള്ള വികാരത്തിൻ്റെ ഫ്രസ്ട്രേഷൻ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഈ സ്വയംഭോഗത്തിലൂടെ പറ്റും. ശരിക്കും എല്ലാവർക്കും പങ്കാളി ഉണ്ടെന്ന് അറിയില്ല. പിന്നെ പുറത്ത് പോയിട്ട് ഒക്കെ ഓരോരുത്തരെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊക്കെ എടുത്തു പോകുമ്പോൾ ലൈംഗിക രോഗങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ്. സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴും നല്ല രീതിയിൽ രുചിമുറിച്ച് കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സ്വയംഭോഗം തന്നെയാണ്. കാരണം നിങ്ങളുടെ ലൈംഗികപരമായിട്ടുള്ള ആ ഒരു ഫ്രസ്ട്രേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടും കാമാകാനും സഹായിക്കും. അതുപോലെ ചില സ്ത്രീകൾക്ക് ഈ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഈ ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനം കൊണ്ട് ഭയങ്കരമായിട്ട് ലൈംഗികപരമായിട്ടുള്ള ഒരു ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഫ്രസ്ട്രേഷൻ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ചിലപ്പോൾ ലൈംഗികത്തിൽ ഏർപ്പെടാൻ പറ്റാത്തവരുണ്ടാവും. ചില മാസങ്ങളിൽ പറ്റാത്തവർക്ക് ഉണ്ടാവും. കുട്ടീനെ മോശമായിട്ട് ബാധിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഏറ്റവും സേഫായിട്ട് ചെയ്യാൻ പറ്റുന്നത് സ്വയംഭോഗമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് മൂഡ് എല്ലാം റിലാക്സ് ആവുകയും അത് മാത്രമല്ല
ബാക്ക് പെയിൻ കുറയാനും അതുപോലെ ക്രാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും പെയിൻ കില്ലറും മൂഡ് ബെറ്റർ ആവാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും ഇത് ഹെൽത്തി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാണ്ട് അതിനു വേണ്ടി തന്നെ ജീവിക്കുന്ന, അതിനു വേണ്ടി തന്നെ സമയം കണ്ടെത്തി നമ്മൾ ഏത് കാര്യം എത്ര നല്ല കാര്യമാണെങ്കിലും എത്ര നല്ല സാധനമാണെങ്കിലും കുറേ തിന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മോശമായിട്ട് വരത്തില്ലേ. അപ്പോൾ അത് ഹെൽത്തി ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. എത്ര ചെയ്താലാണ് അല്ലെങ്കിൽ എല്ലാ ദിവസവും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമുണ്ടോ, നമുക്കാണ് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തെങ്കിലും ക്ഷീണമുണ്ടോ, നമുക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നമ്മൾ മറ്റു വല്ല കാര്യങ്ങളോ അതിന് തടസ്സം വരുന്നുണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള പ്രശ്നം വരാൻ പോകുന്നില്ല. പിന്നെ ആ മിത്തുകളൊക്കെ ഒന്ന് വലിച്ചെറിഞ്ഞു. പിന്നെ ഗിൽറ്റ് ഫീലിംഗ് ഉണ്ട് കുറേ പേർക്ക്. കുറേ ആളുകൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, പാപമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഒരു നിയമങ്ങളൊക്കെ വെച്ചേക്കുക. ശരിക്കും എന്ത് പാപം. ബീജം എന്ന സാധനം പുറത്തേക്ക് പോകേണ്ടവരാണ്, അവരതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന ആൾക്കാരാണ്. നിങ്ങളിപ്പോൾ പുറത്തേക്ക് കളഞ്ഞില്ലെങ്കിലും ഉറക്കത്തിലാണെങ്കിലും അവർ പുറത്ത് ചാടും അല്ലേ. എത്ര പേരൊക്കെ കണ്ടിട്ട് പേടിച്ച് ചേച്ചി അതെന്താ രാത്രി പോകുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വപ്നസ്ഖലനം സാധാരണമാണ്, ഹെൽത്തി ആയിട്ടുള്ള ഒരു പുരുഷനിൽ നടക്കുന്ന കാര്യമാണ്. നിങ്ങളൊരു ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അത് തെറ്റോ പാപമോ ആവുന്നുണ്ടോ നിങ്ങളുടെ പങ്കാളിയിലൂടെ? ഇല്ല അല്ലേ. അതുപോലെ തന്നെയാണ് സ്വയംഭോഗം. നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവൃത്തികളൊക്കെ ഒരുപോലെ തന്നെയാണ്. അതുമാത്രമല്ല നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കൂട്ടാൻ, സെൽഫ് ലവ് കൂട്ടാനൊക്കെ ഇതിലൂടെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഹെൽത്തി ആയിട്ട് ചെയ്യുക, അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള മിത്തുകളൊക്കെ തളിക്കളാം. ഓക്കെ, ഗിൽറ്റ് ഫീലിംഗ് ഒന്നും വേണ്ട. ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറ്റബോധം അനുഭവിച്ചിട്ട് വന്ന് സംസാരിക്കുന്നവരുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. ശരിക്കും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.